ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോഡൽ സ്കാലപ്പിനൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി നൈറ്റി പീസാണ്. 3 മീറ്റർ ഉണ്ട് ഇത്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ എത്രയാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്? എനിക്ക് 44 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ച്. ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് വിഡ്ത്താണ്. ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷേപ്പിൻ്റെ അവിടുത്തെ നീളം 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടുത്തെ നീളം മാർക്ക് ചെയ്ത് കൊടുക്കാം. 21 ഇഞ്ച്. 14 ഇഞ്ചും 21 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടുത്തെ വണ്ണം നോക്കാം. ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 8.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇവിടുത്തെ വണ്ണം വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 ഇഞ്ചിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്ത് വീതി മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. താഴെ ഭാഗത്ത് അത് 12 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ചു കൊടുക്കാം. 12 ഇഞ്ചാണ് താഴെ ഭാഗത്ത് വരുന്നത്. 2 സൈഡും മടക്കി തയ്ക്കാൻ 1 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ 12 ഇഞ്ചിൽ എടുക്കണം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെ ഫോൾഡ് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിനൊക്കെ ഞാൻ വേറൊരു ക്ലോത്തിലാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. വീതി വരുന്നത് 9 ഇഞ്ച്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. നമുക്ക് സ്കെയിൽ വെച്ച് അതിനൊരു ലൈൻ ചെരിച്ചൊരു ലൈൻ കൊടുക്കാം. താഴെ ഭാഗത്ത് നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കൈൻ്റെ വണ്ണം 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് മുകളിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഈ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 14 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 14 ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ചിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഇതുപോലെ 1 ഇഞ്ചിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അവിടത്തേക്ക് വേണം നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനെ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. വി ഷേപ്പിൽ
എന്നിട്ട് അതിന് പുറത്തായിട്ട് 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് 2 സൈഡും വെക്കാനായിട്ട് സ്കാലപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയും നീളം അത്ര തന്നെ 14 ഇഞ്ചിനും എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ വരുന്ന ഒരു ഷേപ്പിൽ വരുന്ന എന്തെങ്കിലും കുപ്പിയുടെ അടുപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നെക്ക് കട്ട് ചെയ്തില്ലേ, അത് അയൺ ചെയ്ത് വേറൊരു തുണിയിൽ അയൺ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേറൊരു 2 ക്ലോത്ത് ഇതുപോലെ വേണം, 3 ഇഞ്ച് വീതിയിലുള്ളത്. ഒരു ക്ലോത്തിൽ നമ്മളിത് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം, നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപേ നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെക്കിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ നെക്ക് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്തിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിൻ ക്ലോത്തിന് നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത നെക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കോർണർ വശത്ത് ഒരു കട്ടിങ് കൊടുക്കുക 2 സൈഡിലും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കട്ട് കൊടുക്കാം ചുറ്റിലും. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ സ്കാലപ്പിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ബാക്കി വന്ന പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിനെ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നെക്കിൻ്റെ ഉൾവശത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഉൾവശത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കതിലൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു ക്രീം കളറിലുള്ള ലേസ് ഉണ്ടായിരുന്നു, അപ്പം അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പിൻ ചെയ്തിട്ട് വേണം അത് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ പിൻ ചെയ്തിട്ട് വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ലേസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾവശത്ത് വെക്കാനുള്ള തുണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടൊരു ആ ക്യാൻവാസിന് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. ഒരു തുണിയിൽ അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഉൾവശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കി ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. തുണി രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് നെക്കിൻ്റെ വെടുത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചിലും വരച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കട്ട് ചെയ്ത നെക്ക് വെച്ച് കൊടുക്കാനായിട്ട്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലും ഷോൾഡറിൻ്റെ വെടുത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം, അതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് നെക്ക് ചെരിഞ്ഞു പോവും. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ബാക്കി വന്ന പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ കട്ടിങ് കൊടുത്തിട്ട് തുണി മറിച്ചിട്ട് കൊടുക്കുക. അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ബാക്ക് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 വശം ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടും നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സ്ലീവിലും ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്ലീവ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡ് 1.5 ഇഞ്ച് മുകളിലേക്കായിട്ടും മറ്റേ സൈഡ് ഒരു 4.5 ഇഞ്ച് മുകളിലേക്കായിട്ടും വരച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ലേസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോർഷൻസ് അതിൻ്റെ അടിവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഇതും ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് കിട്ടുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് 2 സ്ലീവും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഷോൾഡറിൻ്റെ അവിടെ ചെറിയ രീതിയിൽ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട്. വലുതായിട്ടൊന്നുമില്ല, തുണി അത്ര തികഞ്ഞില്ല, അതുകൊണ്ട് ചെറിയ രീതിയിൽ പഫ് സ്ലീവ് പോലെ ആക്കി കൊടുക്കും, ചെറിയ മുകളിൽ മാത്രം. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റ് ചുരിദാറാണ്, അപ്പം അവിടുത്തെ സ്ലിറ്റിൻ്റെ അവിടുത്തെ നീളം 21 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വരെ. എന്നിട്ട് പിന്നെ അതിനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കി വീണ്ടും സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.